നമ്മൾ ഈ ഫോർഡ് എൻഡവറും കൊണ്ട് ചെളിക്കകത്തിറങ്ങി, പാറപ്പുറത്ത് ഓടിച്ച് കയറ്റി, ഹൈ ടെറൈനിൽ ഓടിച്ച് കയറ്റി, മഞ്ഞിൽ ഓടിച്ച് കയറ്റി. ഈ വണ്ടിയുടെ മാക്സിമം ക്യാപ്പബിലിറ്റി എത്രത്തോളം ഈ വണ്ടി ക്യാപ്പബിൾ ആണോ അത്ര സംഭവം നമ്മൾ ചെയ്തു. ഒരു മോഡും കൂടെ ബാക്കിയുള്ളൂ. ഹേ ഗൈസ് വാട്സ്ആപ്പ് എല്ലാ മച്ചന്മാർക്ക് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഫോർഡ് എൻഡോവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർഡ് എൻഡോവർ നമ്മൾ ഷോറൂമിൽ പോയി നേരത്തെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ നമുക്ക് ഹോം ഡെലിവറി പറഞ്ഞേക്കണം. ഓൾറെഡി നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ താഴത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി പോയി വാങ്ങിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോവറിൻ്റെ ഓരോ മോഡുകളില്ലേ, എല്ലാ മോഡും നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാൻഡ് മോഡ്, അങ്ങനെ നമ്മൾ ഡെസേർട്ടിൽ ഓടിക്കും, അങ്ങനെ കുറച്ച് പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ബെൽ ബട്ടണൊക്കെ ഇങ്ങോട്ട് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് നമുക്ക് അടിയിലേക്ക് ആകുമ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോർഡ് എൻഡോവറാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ചുമ്മാ പൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുള്ളി എന്ത് ഇങ്ങനെ വന്നേക്കണേ? ചേട്ടാ പാൻറ് എവിടെ? പാൻറ് ഓ ഐ സി ഗൈസ്, പുള്ളി നമ്മുടെ വണ്ടി ഡെലിവറി ആവശ്യത്തിൽ പുള്ളി ജീൻസൊക്കെ ഇടാൻ മറന്നു പോയി ഗൈസ്. പാവം, സാരില്ല, ഓട്ടെ നല്ല ഓട്ടം വിളിച്ചപ്പോൾ കോട്ട ഡ്രോപ്പ് ചെയ്യണോ? ഓക്കെ, വേണ്ടെന്ന് പറയണേ, പുള്ളിയുടെ കമ്പനി വണ്ടി വന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർഡ് എൻഡോവർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിലൊന്നും ഒറ്റ വണ്ടികളൊക്കെ എന്ത് ചെയ്യും? ഓക്കെ, ഇന്നെന്താ ഹർത്താലാണോ? വണ്ടികളൊക്കെ കുറവാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. ഓക്കെ, ഇത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയർ എവിടെയാണ്? അവിടെ ഇൻറ്റീരിയർ ഇതൊക്കെയാണ്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. അത്ര അങ്ങോട്ട് ഫിനിഷിങ് ആയിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ DLC പാക്കിൻ്റെ കുഴപ്പമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോസ് ആൻഡോസ് കസ്റ്റംസിൽ പോയി നമ്മുടെ വണ്ടി, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം. പിന്നെ നമ്മുടെ എൻജിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. പരമാവധി എല്ലാം സെറ്റാക്കണം ഗൈസ്. അപ്പോൾ കസ്റ്റംസ് എവിടെയാണ്ടൊക്കെ ആണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലോസ് ആൻഡോസ് കസ്റ്റംസ് അവിടെ മറ്റേ സിറ്റിയിൽ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളത് എയർപോർട്ടിൻ്റെ അടുത്ത് ഉള്ള കസ്റ്റംസിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റംസിലേക്ക് വിട്ടേക്കാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിൻറ്റ് ഒന്ന് ചെയ്യണം. നമ്മുടെ വിൻഡോസിൽ നമ്മൾ കുറച്ച് ടിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ എന്താ, എൻജിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വല്ലതും ബാക്കി കിടക്കണമെങ്കിൽ എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് ഫുള്ളി സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ എല്ലാം ഇതും സെറ്റ് ചെയ്യാൻ പോകാം ഗൈസ്. ഓക്കെ, ഫുൾ ആർമർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പണിതിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പാട് ചെയ്തേക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വിൻഡോസും ടിൻറ്റ് ചെയ്തു, പിന്നെ എൻജിനൊന്ന് ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് PGM അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് തുടങ്ങും. ബാക്കിൽ ഡോർ തുറന്നുള്ള കിടക്കണ. ഓക്കെ, സീനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാബ്സിൻ്റെ മോൺസെറ്ററൊക്കെ കൊണ്ടുപോയ ഓഫ് റോഡിൽ അവിടെ നമ്മുടെ വണ്ടി പോയേനെ അവിടെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോയി അവിടുത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാണോ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ ഓഫ് റോഡ് മോഡിൽ സെറ്റാണോ നമുക്കൊന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫ് റോഡുള്ള സ്ഥലത്തേക്ക് നമുക്ക് വിട്ടേക്കാൻ കഴിച്ചു. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിൽ എവിടെയായിട്ടാണത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ എന്താ പറയുക ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് അവിടേക്ക് തന്നെ വിട്ടേക്കാം. നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ചുമ്മാ മൂടായിട്ട് സുഖമായിട്ട് കൈയും വെറുതെ കാലം എടുക്കാണെങ്കിൽ സുഖമായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഓക്കെ, ഇത് വണ്ടി റോഡിൽ കിടലും വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫാൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, എന്താ ചെയ്യുക ഗൈസ്, പൊളി സാധനമായിട്ട് ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫ് റോഡ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ നമ്മുടെ ബൈക്ക് റേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ആൾക്കാർ റെഡി ആയിട്ട് ഇവിടെ വേറെ മഡ് റേസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ റേസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഓൾറെഡി നമ്മുടെ ബാപ്സിൻ്റെ എന്തിനും പറ്റില്ല. ഓക്കെ, ഓൾറെഡി നമ്മുടെ ബാപ്സിൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സുഖമായിട്ട് തന്നെ നമ്മുടെ റേസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ തീർത്ത് വന്നിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കാൻ പോകുന്നത് നമ്മുടെ ഫോർഡ് എൻഡോവർ ആട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ വണ്ടി നമ്മൾ റേസ് ഓൾറെഡി സ്റ്റാർട്ടായി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇവിടെ കുറേ പോലീസ് വണ്ടിയും അതും കൂടാണ്ട് നമ്മുടെ എന്താ പറയുക ആംബുലൻസൊക്കെ കിടക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫ് റോഡിനിടയ്ക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് എൻഡോവർ റേസും കാര്യങ്ങളൊക്കെ ഓക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി സുഖമായിട്ട് തന്നെ സുഖമായിട്ട് തന്നെ കയറുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തേക്കൂടെയും അടിപൊളിയായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കല്ലൊക്കെ ഉള്ള ഏരിയ വന്നുള്ളൂ. ഓഫ് റോഡിങ് സുഖമായിട്ട് തന്നെ നല്ല ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ പോണേ. ഇതൊരു ചുമ്മാ പൊളിയായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് വണ്ടി ഇറക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ അൽപ്പൊളി ചുമ്മാ പൊളി തന്നെ പൊളി ഗൈസ്. സിമ്പിളായിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കല്ലുകളുടെ ഇടയിൽ കൂടെ ഒക്കെ കയറി പോന്നിട്ടുണ്ട് കേട്ടോ. ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. ഓക്കെ ഗൈസ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മുടെ എൻഡോവറിൻ്റെ ഓഫ് റോഡ് മോഡലാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ വണ്ടിക്ക് ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ എന്തോ ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഏതോ റേഞ്ചറിൻ്റെ വണ്ടിയാട്ടോ ഗൈസ്. പുള്ളി ഇതിൻ്റെ മുകളിൽ കയറാൻ പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കയറ്റി കാണിച്ചു കൊടുത്തേക്കാം മാരക്കടൈ. ഓക്കെ, സിമ്പിൾ പുള്ളി അവിടുത്തെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളിവിടെ സിമ്പിളായിട്ട് തന്നെ കയറി പോന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മുടെ പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ നമ്മുടെ വണ്ടി സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഓഫ് റോഡ് മോഡിൽ സുഖമായിട്ട് തന്നെ കയറുന്നുണ്ട്. അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്നോ മോഡാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്നോ മോഡിലേക്ക് ചേഞ്ച് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്നോ മോഡ് എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്നോ മോഡിൽ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ കുന്നും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ സ്നോയിലാട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പുഷ്പം പോലെ കയറി പോകുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു ഒന്നുമല്ല നമ്മുടെ വണ്ടിക്ക്. ഇതിക്കും മേലെ ഒക്കെ സുഖമായിട്ട് കയറി പോകുന്നതാണ് പറയണത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു ഐറ്റമാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സ്നോയിൽ കുറച്ചുകൂടി സ്ലിപ്പറി ആയിരിക്കും റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോർഡ് എൻഡോവറിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കയറി പോകണം. നോക്കി എൻ്റെ മോനെ അൽപ്പൊളി ഗൈസ്. അൽപ്പൊളി എന്ന് പറഞ്ഞാൽ ചിന്നപ്പൊളി ഗൈസ്. എന്താ പറയാൻ വാക്കുകളില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഫ്രണ്ടിൽ നൈസായിട്ട് ഒരു ഇതിൽ കമ്പിക്കറി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയ സ്ക്രാച്ച് പോലെ എന്തോ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്നോ കൂടെ വണ്ടി സിമ്പിളായിട്ട് ഓടിച്ച് പോകുന്നുണ്ട്. അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടെസ്റ്റ് ഇപ്പോൾ ചെയ്യണുള്ളൂ. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു കുന്നിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. കുന്നിൻ്റെ ടെസ്റ്റ് ഓൾറെഡി നമ്മുടെ ആ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ പോയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ പവറും കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അവിടെ അത് വീണ്ടും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോൾ പോയതിനപ്പുറത്തേക്ക് റോഡ് നടക്കുന്ന സെൽഫിയൊക്കെ എടുക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് ടെസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഡെസേർട്ടിലേക്ക് നമ്മുടെ വണ്ടിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് ചെന്നേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെസേർട്ടിൽ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയേക്കണമെന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡെസേർട്ടിലേക്ക് സെറ്റാക്കി നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്താണ് നമ്മുടെ ലോസ് ആൻഡോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നമ്മുടെ ഡെസേർട്ടിലേക്ക് നമ്മുടെ എൻഡോവർ ഓടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ 2 ടെസ്റ്റ്, അതായത് നമ്മുടെ ഓഫ് റോഡ് ടെസ്റ്റും നമ്മുടെ സ്നോ മോഡും ഒക്കെ ഓൾറെഡി സെറ്റാണ്. നമ്മുടെ വണ്ടി കിഡലിനായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡെസേർട്ട് മോഡായിട്ടാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് നോക്കി നമ്മുടെ വണ്ടിയുടെ പവർ കണ്ടോ കേട്ടോ. മലയും പോട്ടെ നമ്മുടെ ഡെസേർട്ടിൻ്റെ മുകളിലേക്കൊക്കെ കയറുന്നത്. എൻ്റെ പൊന്നെ പൊളി ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്.
സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം കേട്ടോ നമുക്ക്. സാധാരണ ഡെസേർട്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ തെന്നി പോകുന്നതായിരിക്കും കേട്ടോ. ബട്ട് ഇവിടെ ഒരു വിഷയം, നമ്മുടെ വണ്ടിക്ക് അത്ര വിഷയം കാര്യങ്ങളും. അയ്യോ ഗ്ലാസ് പൊട്ടിയ ഇല്ല, ഒന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ചാടിയപ്പോൾ നേരെ വന്നൊരു കല്ലിൽ പോലത്തെ എന്തോ ആയിട്ടതിലൊന്നും വീണ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തത് ഇവിടെ എന്തോ കമ്പനിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെസേർട്ടിൽ നമ്മൾ ലോസ് ആൻഡോസ് നമ്മുടെ GTA 5 ഡെസേർട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ വന്നത്. അത് നമ്മുടെ എൻഡോവറായിട്ട് ആദ്യമായിട്ടാണ് വന്നത്. നമ്മളിതുവരായിട്ട് നമ്മുടെ ഡെസേർട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഡെസേർട്ടിലും കാര്യങ്ങളൊക്കെ എത്തണേ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നമ്മുടെ ഡെസേർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. വണ്ടി ഇതിവിടെ സിമ്പിളായിട്ട് പോകണമെന്നൊക്കെ കഴിച്ചു. എൻ്റെ മോനെ പൊളിക്കിട്ടല്ലോ അല്ലേ, എന്താ പറയാൻ വാക്കൊക്കെ കിട്ടുന്നില്ല കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു സിറ്റി പോലത്തെ എന്തോ ഒരു പണിയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ഇത് ഓക്കെ ചെയ്ത് ഇവിടെ ഒരു ചെറിയ വീഡിയോ ഐറ്റംസ് പോലെ എന്തോ ഉണ്ട് കേട്ടോ. എന്താ സംഭവം അത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒട്ടകം കാര്യങ്ങളൊന്നും ഇല്ലേ? ഒട്ടകമൊന്നും കണ്ടില്ലല്ലോ. നമ്മുടെ വണ്ടി ഡെസേർട്ടിൽ കൂടെ പോയത് നിങ്ങൾ കണ്ടില്ല, വളരെ സിമ്പിളായിട്ടാട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. ഇവിടെ ഡെസേർട്ടിൻ്റെ നടുക്ക് എന്തോ ഇവിടെ ഒരു കപ്പലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇതൊക്കെ നമുക്ക് അയ്യോ ഇത് പൊട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ കഴിയും. ഓക്കെ, ഇത് എൻ്റെ മോനെ ചുമ്മാ പൊളി ഇതൊക്കെ കത്തി നശിച്ചാന്ന് തോന്നണം കേട്ടോ. നമ്മുടെ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി കത്തി നശിച്ച് കരിഞ്ഞ നിലയിലൊക്കെ കാണണേ. അതോ അതിൻ്റെ പെയിൻറ് ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. നമ്മുടെ ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു വലിയ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യണുണ്ട്. അപ്പോൾ അതൊക്കെ അധികം ദിവസം വൈകാണ്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നൈസായിട്ട് നിർത്തി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കൂടെ കളിക്കുന്ന ഫ്രണ്ടിനൊരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നൈസായിട്ട് ഇപ്പോൾ നിർത്തിയേക്കാം. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വൈകാണ്ട് തന്നെ നമ്മുടെ സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം. അയ്യോ ഇതിൽ പറ്റിയ കല്ലുമൊക്കെ ചെത്ത് ചുമ്പ കയറാനായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഡെസേർട്ടിലൊക്കെ ഓടിച്ച് പോകണുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടും ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിളാണ്. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കിട്ടിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ഗൈസ്, ടാറ്റാ.